ഗ്രാൻഡ് ഫിനാലയിൽ ടോപ്പ് 4 ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. അതെ, റഷ്യക്ക് പിന്നാലെ ടോപ്പ് 4 കിട്ടിയത് ആർക്കാണ്? നമ്മൾ ഉച്ചയ്ക്ക് നേരത്തെ നമ്മൾ പറഞ്ഞിട്ട് പോയതുപോലെ അഭിഷേകിനാണോ അതോ വേറെ എന്തെങ്കിലും ട്വിസ്റ്റുകൾ ഇതിനകത്ത് നടന്നോ? ഡിസർവിംഗ് ആയിട്ടുള്ള ഒരു പൊസിഷൻ ആണോ? ഫെയർ ആണോ? ആരാണ് ടോപ്പ് 4? പറയാം. കൺഫേംഡ് അപ്ഡേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ജെന്യുവൻ ബിഗ് ബോസിന്റെ ഫാസ്റ്റ് അപ്ഡേറ്റ്സിനായിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് മറക്കാതെ ഫോളോ ചെയ്യണം. അപ്പോൾ ടോപ്പ് 4ന്റെ എവിക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. മറ്റാരുമല്ല, നമ്മൾ കുറച്ച് നേരം മുമ്പ് പറഞ്ഞതുപോലെ അഭിഷേക് തന്നെയാണ് എവിക്റ്റ് ആയിരിക്കുന്നത്. ഇനി അഭിഷേകിനെ കുറിച്ചുള്ള ഈ ഒരു ടോപ്പ് 4 അഭിഷേകിന് കിട്ടിയതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് വളരെ ഡിസർവിംഗ് ആണ്. അഭിഷേകിൻ്റെ ഫ്രണ്ടാണ്, എന്നാലും ഞാൻ പറയുന്നുണ്ട് വളരെ ഡിസർവിംഗ് ആണ്. നമുക്കറിയാം ഈ ടോപ്പ് 5 എന്ന് പറയുന്നത് എങ്ങനെയൊക്കെയോ വാരിക്കുട്ടി വന്നൊരു 5 ആണ്. ഡിസർവിംഗ് ആയവരും അല്ലാത്തവരും ഒക്കെ ഉള്ളൊരു ടോപ്പ് 5 ആണ്. അതിനകത്ത് നിന്നും അഭിഷേകിന് ഈ പറഞ്ഞ പോലെ ടോപ്പ് 4 എന്ന് പറയുന്ന പൊസിഷൻ കിട്ടി. അഭിഷേക് ഈ വന്ന 5 പേരിൽ നിന്നും ടോപ്പ് 4ന്റെ പൊസിഷന് വേണ്ടിയിട്ടുള്ള വർക്കൊക്കെ അഭിഷേക് ചെയ്തിട്ടുണ്ട്. എന്തായാലും 5ലേക്ക് പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര അൺഡിസർവിംഗ് ആവുമായിരുന്നു. 4 അഭിഷേകിനെ സംബന്ധിച്ചിടത്തോളം അതൊരു എന്താ പറയുക, നല്ലൊരു പൊസിഷൻ തന്നെയാണ്. പക്ഷെ 3 ആയിരുന്നെങ്കിൽ അത് ബോണസ് ആയേനെ. അത് ബോണസാണ്, പുള്ളിക്കാരനത് ബോണസാണ്. അത് അൺഡിസർവിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല, അത് ബോണസാണ്. പക്ഷേ 4 തന്നെയാണ് അഭിഷേകിന് യോജിച്ച ഒരു പൊസിഷൻ. 4 തന്നെയാണ് കറക്റ്റ് പൊസിഷൻ തന്നെ അഭിഷേകിന് കിട്ടി. അപ്പോൾ അതിനകത്ത് ഒരു ഫ്രണ്ട് എന്നുള്ള നിലയിൽ എനിക്ക് സന്തോഷമുണ്ട്. ഒരു റിവ്യൂവർ എന്നുള്ള നിലയ്ക്കും എനിക്ക് അതിനേക്കാളേറെ സന്തോഷമുണ്ട്. ബിക്കോസ് ഡിസർവിംഗ് ഉള്ള ഒരു പൊസിഷൻ തന്നെ ജനങ്ങൾ വോട്ട് ചെയ്ത് അഭിഷേകിന് കൊടുത്തു. ഡിസർവിംഗ് ആണ്. അപ്പോൾ ഇനി അടുത്തുള്ളത് ടോപ്പ് 3 ഡിക്ലറേഷൻ ആണ്. അത് ഉടനെ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ വിവരങ്ങളൊക്കെ വരട്ടെ. ഷൂട്ടിംഗ് സെറ്റിൽ ഇപ്പം നടന്ന സംഭവമാണിത്. അഭിഷേകും സ്റ്റേജിൽ എവിക്റ്റായി വന്ന് അവിടെ ഇരിപ്പുണ്ട്. ഇനി അടുത്ത് ബാക്കി 3 പേരാണ്. അതിൻ്റെ വിവരങ്ങളുമായിട്ട് ഞാൻ വരാം. അത് അവിടെ കഴിയട്ടെ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സ്റ്റേറ്റ് ഉണ്ടായിട്ടിരിക്കണം. ബിഗ് ബോസ് കഴിയുമ്പോൾ ആരും കൊഴിഞ്ഞു പോകരുത്, എല്ലാവരും ഉണ്ടാണ്. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.